ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ ചർച്ചിൽ പോകണം, എഴുന്നേറ്റ് ജോലിയൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. സകല പ്ലാനും പൊളിഞ്ഞുകൊണ്ട് രാവിലെ മന്ത്ലിയുള്ള സ്റ്റൊമക്ക് പെയിനുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദേഷ്യം, സങ്കടം എല്ലാം കൂടി കൊണ്ട് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ജോലിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. എന്തായാലും എൻ്റെ മൈൻഡ് ടോട്ടലി മാറ്റി തന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്, ഒരാൾ എന്നെ ബുദ്ധിമുട്ടിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് സ്നഗ്ഗിയൊക്കെ തനിയെ ഇടുന്നത് കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു കേട്ടോ. പൊതുവേ ഇപ്പോൾ ചൂടാണ്, ചുമ്മാ നിന്നാൽ കൂടി ഭയങ്കരമായിട്ട് വിയർക്കുവാണ്. അപ്പോൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സിലും കൂടി ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആകെ ടയേർഡായും ഒക്കെ ഞാൻ ഇരിക്കുമായിരുന്നു. അന്നേരം ഹസ്ബൻഡ് എന്ത് ചെയ്തെന്നറിയാമോ, എനിക്ക് ആദ്യമായിട്ടാണ് ഷാർജ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഷാർജ കൊണ്ട് തന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഷാർജ അടിക്കുന്നതെന്ന്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇത്രയും ടേസ്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് സംഭവിക്കില്ലേ, പക്ഷെ ഇതങ്ങനെ ഒന്നും ഇല്ലാണ്ട് എന്ത് സൂപ്പറായിട്ടാണെന്നറിയാവോ ഷാർജ എനിക്ക് അടിച്ച് തന്നത്. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാവോ, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്ര ടേസ്റ്റി ആയിരുന്നു. എൻ്റെ മനസ്സും ശരീരമൊക്കെ കുളിർത്തു കേട്ടോ അത് കുടിച്ചപ്പോൾ. അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഷാർജ അടിച്ച അത്രയും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി എന്നെ കഴുകിയൊക്കെ വെച്ചു. കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ട് തന്നു കേട്ടോ. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞ് സൺഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.